ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് സത്യമ്മ വിഷ്ണുവിന്റെ അടുത്ത് പറയണേ, നിനക്കിപ്പോ സമാധാനമായല്ലോടാ. അമ്മയെ നാണം കെടുത്തി ഒരു വഴിക്ക് അയക്കിയപ്പോ ആശ്വാസമായല്ലോ അല്ലേ? എടാ, നിന്റെ സങ്കടം കണ്ടിട്ടാ ഞാൻ അവളെ വിളിക്കാൻ പോയത്. എന്നിട്ട് അവൾ എന്നെ സങ്കടപ്പെടുത്തി വിട്ടിരിക്കുക. വിഷ്ണുവിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശാലിനിയുടെ നാവുന്ന അങ്ങനെ എനിക്ക് എന്താ അവിടെ നടന്നതെന്ന് അറിയണം. ഇക്കാര്യത്തിൽ ഞാൻ തന്നെ ചെറുപ്പുണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ രാഘവേട്ടൻ വിളിക്കാം, വിഷ്ണു ദേ, കാര്യങ്ങൾ അറിയാതെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഒരു പ്രാവശ്യം എടുത്തു ചാടിയാലേ 9 ചാട്ടം പിന്നീട് ചാടിയാലും അതിൽ നിന്ന് മോചനം ഉണ്ടാകില്ല. തെറ്റ് നിന്റെ ഈ അമ്മയുടെ ഭാഗത്ത് തന്നെയാ. സത്യമോളെ അനാഥാലയത്തിൽ വിടണം എന്നൊക്കെ പറഞ്ഞാലേ ഏതമ്മയ്ക്കാ സഹിക്കാൻ പറ്റുക? ഏത് മുത്തശ്ശിക്കാടാ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? പപ്പിമോളെ അനാഥാലയത്തിലേക്ക് വിടണം എന്ന് പറഞ്ഞാ രോഹിത് സമ്മതിക്കോ? ശ്യാമ സമ്മതിക്കോ? ഇല്ലല്ലോ. സ്വന്തം മക്കളെ എന്നും സ്വന്തം മക്കള് തന്നെയാ. സത്യമോളെ കുറിച്ച് ഒരു അമ്മയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാ ബാമ ഇപ്പോ ഇവിടെ വന്ന് ഈ പ്രസംഗമൊക്കെ നടത്തുന്നത്. വിഷ്ണുവിനങ്ങ് ദേഷ്യം വരും. ബാമ ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കാ. വിഷ്ണു അറിയും, എനിക്കറിയായിരുന്നു നിങ്ങളെ പറഞ്ഞു വിട്ടാ ഇതൊരു നടപടി ആവില്ലെന്ന്. അപ്പൊ ബാമയ്ക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യണായിരുന്നടാ? നീ തന്നെ അത് പറ. ശാലിനിക്കൊപ്പം ആ സത്യം ഉണ്ടാവുന്നേ. ഡാ, വല്ലവനുണ്ടായ കൊച്ചിനെ നമ്മള് ചെലവിന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാ ഒരാൾക്കും അവകാശമില്ലടാ. ഇല്ലെങ്കിൽ അവള് സത്യം പറയട്ടെ, ആ കൊച്ചിന്റെ അച്ഛനാരാണെന്ന്. വിഷ്ണുവിനെ എല്ലാം കൂടെ കിട്ടി ദേഷ്യം വരികയാണ്. അപ്പോ ശ്യാമ മനസ്സിൽ വിചാരിക്കും, സത്യമേ, നിങ്ങൾ ഈ പാപൊക്കെ എവിടെ കൊണ്ട് കഴുകിക്കളയും? നിങ്ങളുടെ മകന്റെ കുട്ടി തന്നെ സത്യ. പപ്പിമോളും വിഷ്ണുവേട്ടന്റെ കുട്ടി തന്നെയാ. എന്റെ ജീവിതം തകരുന്നു കരുതിയിട്ട് കുഞ്ഞേച്ചി ആ രഹസ്യം മനസ്സിൽ സൂക്ഷിക്കുക. സ്വന്തം പേരക്കിടാവിനെയാണ് സത്യമേ നിങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടുവിടാൻ വാദിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും. അങ്ങനെ രാഘവേട്ടൻ പറയും, ഡാ വിഷ്ണു, നിന്റെ അമ്മയ്ക്ക് മനുഷ്യരോട് സംസാരിക്കാൻ അറിയത്തില്ല, മര്യാദയ്ക്ക് പെരുമാറാനും അറിയത്തില്ല. അഹങ്കാരവും അഹന്തയും കൊണ്ട് ആര് വേണമെങ്കിലും വഴക്കു പറയാനോ ആർക്കെതിരെ ആരോപണം ഉന്നയിക്കാനോ കഴിവുണ്ടെന്നും അത് സാധ്യമാകുന്നുമുള്ള അഹങ്കാരമാണ്. ബാമേ, ഇതൊക്കെ നിനക്ക് ദോഷമേ ചെയ്യൂ. അപ്പൊ ബാമ അറിയോ, അത് ഞാനങ്ങ് സഹിച്ചു. എന്റെ മകന്റെ ജീവിതത്തിലേക്ക് മറ്റൊരാളുടെ കുഞ്ഞുമായിട്ട് ശാലിനി വരില്ല. രാഘവേട്ടനങ്ങ് ദേഷ്യം വരും. ഛേ എന്ന് പറയുമ്പോ ബാമ പറയും, അത് തീരുമാനിച്ചത് ഞാനാണെങ്കിൽ അത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കും. വിഷ്ണു പറയും, അമ്മേ, ഞാനൊന്നും ചോദിച്ചോട്ടെ? കാര്യങ്ങളെല്ലാം അമ്മയ്ക്ക് അറിവുള്ളതാണല്ലോ അല്ലേ? സത്യയുടെ വിഷയവുമായിട്ടുള്ള ചോദ്യം, അതിനുത്തരം എനിക്കറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശാലിനി എന്നോടൊപ്പം ഇവിടെ വേണം. ഡാ, വിഷ്ണു പറയും, അവളിവിടെ വരട്ടെ, എന്നാലേ ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞ അവിടുന്ന് ഇറങ്ങി പോകാൻ നേരം ബാമ വിഷ്ണുവിന്റെ കൈ പിടിച്ചു വെക്കും. ഡാ വിഷ്ണു, അപ്പൊ എന്റെ മകൻ എന്നെ ധിക്കരിച്ച് തീരുമാനങ്ങൾ എടുക്കാറായല്ലേ? വിഷ്ണു പറയും, ഇതില് ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഉള്ള കാര്യങ്ങളൊന്നുമില്ല. ശാലിനി ഇല്ലാതെ വിഷ്ണുവിനൊരു ജീവിതമില്ല. അതുകൊണ്ട് ഞാൻ ശാലിനിയെ പോയി വിളിച്ചോണ്ട് വരാൻ പോവാ എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോഴും ഭാമ പറയും, ഡാ, അത് കൂടുതൽ പ്രശ്നങ്ങളിൽ കൊണ്ടു ചെന്ന് എത്തിക്കും. ഡാ, അമ്മ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ വരും വരായികൾ അനുഭവിക്കേണ്ടത് നീ തന്നെയായിരിക്കും. വിഷ്ണു പറയും, ഹോ, അനുഭവിച്ചോളാം. ഹോ, ഇത്രയും നാൾ എന്റെ ജീവിതത്തിൽ നടന്നത് നല്ല നല്ല കാര്യങ്ങളാണല്ലോ. എനിക്കിനി അതുപോലെ പോയാ പോരാ. എനിക്ക് എന്റെ ഈ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവണം. എന്നെ മുകളിലേക്ക് എടുക്കുമ്പോഴേ അലമുറയിട്ട് കരയാനൊക്കെ ആരെങ്കിലും വേണം. അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ ശാലിനി അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. ഇനിയും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെങ്കിലേ എനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് എന്റെ ജീവിതമാണ്. ഡാ വിഷ്ണു എന്ന് വിളിക്കുമ്പോഴേക്കും വിഷ്ണു അവിടെ നിന്ന് ഇറങ്ങാ. വിഷ്ണു എന്ന് വിളിച്ച് ബാമ പിന്നെയും പോകുന്നുണ്ടെങ്കിലും അതൊന്നും മൈൻഡ് ചെയ്യാതെ ബുള്ളറ്റ് എടുത്ത് വിഷ്ണു അവിടുന്ന് പോവാ. വിഷ്ണു പോയി കഴിഞ്ഞാ ബാമ പറയും, ഇങ്ങ് വിളിച്ചോണ്ട് വരട്ടെ, ഇന്ന് ഇവിടെ ഒരു തീരുമാനം ഉണ്ടാകും. ഈ വീട്ടിൽ ഞാനോ ശാലിനിയോ അതാരാണെന്ന് ഞാനിന്ന് പറയിപ്പിക്കും. രാഘവേട്ടൻ അങ്ങ് ദേഷ്യം വരും. പക്ഷെ ഇവള് എന്താ ഇങ്ങനെയൊക്കെ പറയണെന്നുള്ള രീതിയില് രാഘവേട്ടൻ അങ്ങ് ദേഷ്യത്തില് നിക്കണേ. ബാമയാണെങ്കിൽ അഹങ്കാരത്തിലും വാശിയിലും. ഇതേസമയം ശാലിനി ആണെങ്കിൽ ആകെ സങ്കടത്തോടു കൂടി ഇങ്ങനെ അവിടെ വീട്ടിലിരിക്കുകയാണേ. ശ്യാമയ്ക്ക് അന്ന് വാക്ക് കൊടുത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ശാലിനിയുടെ മനസ്സിലുള്ളത്. വിഷ്ണു ആണെങ്കിൽ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ സന്ധ്യ കഴിഞ്ഞു, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു വാശിയിലാണ് അങ്ങോട്ട് വരുന്നത്. ശാരദാമ്മയാണെങ്കില് ശാലിനിയുടെ ഈ ഒരൊറ്റ ഇരിപ്പ് കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നുക. അടുത്തേക്ക് ചെന്ന് ശാലിനിയെ വിളിക്കാൻ നിൽക്കുമ്പോഴായിരിക്കും വിഷ്ണുവിന്റെ വണ്ടി വരുന്ന ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ശാലിനിയെ വിളിക്കാതെ ശാരദാമ്മ ഉമ്മറത്തേക്ക് ചെല്ലും. ശാലിനിയാണെങ്കിൽ വണ്ടി വന്നതോ ശബ്ദം കേട്ടതോ ഒന്നും തന്നെ അറിയുന്നില്ല. മരവിച്ച മനസ്സോടു കൂടി ഇരിക്കുകയാണ് അവിടെ. അങ്ങനെ ശാരദാമ്മ ഡോറ് തുറക്കുന്ന ശബ്ദം കേൾക്കുമ്പോ ശാലിനി എഴുന്നേൽക്കും. വിഷ്ണുവിനെ കാണുമ്പോ ശാരദാമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താ വിഷ്ണു, എന്താ വന്നത്? വിഷ്ണു പറയും, ശാരദാമ്മേ, ഞാൻ ശാലിനിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാ. അങ്ങനെയല്ലല്ലോ വിഷ്ണു ഇവിടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയത്. അപ്പോഴേക്കും ശാലിനി അങ്ങോട്ട് വരാ. അങ്ങനെ ശാരദാമ്മ പറയും, അമ്മ വരുന്നല്ലേ പറഞ്ഞിട്ട് പോയത്? വിഷ്ണുവിന്റെ അമ്മ വന്നേ ശാലിനിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. വിഷ്ണു പറയും, അമ്മ വന്നിട്ടുണ്ടായ കാര്യങ്ങളൊക്കെ ശാരദാമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? ശാരദാമ്മ പറയും, അറിയാം. അതറിയാവുന്നതുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത്. വിഷ്ണുവിന്റെ കാര്യത്തിലെ സത്യമ്മ കാണിക്കുന്ന സ്വാതന്ത്ര്യവും സ്വാർത്ഥതയും ഇവളുടെ കാര്യത്തിൽ എനിക്കും കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇനിയും അവളെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി കണ്ണീര് കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഗോപാലേട്ടനും അത് തന്നെയാ പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. വിഷ്ണു അങ്ങ് ഞെട്ടിപ്പോവാ. വല്ലാത്ത വിഷമം വരുന്നുണ്ട്. അങ്ങനെ ശാരദാമ്മ പറയും, ഓരോ സമയം ഓരോ സ്വഭാവ വിഷ്ണുവിന്റെ അമ്മയ്ക്ക്. അത് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വിഷ്ണുവിനും സാധിക്കുന്നില്ല. അപ്പൊ പിന്നെ വിഷ്ണുവിന്റെ ഉറപ്പില് ഞങ്ങൾ എങ്ങനെയാ ശാലിനിയെ അങ്ങോട്ട് അയക്കുന്നത്? ശാലിനി മറുപടി ഒന്നും പറയുന്നില്ല. വിഷ്ണു നോക്കുന്നുണ്ടെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. അപ്പോ വിഷ്ണു പറയും, ശാരദാമ്മേ,
അമ്മയുടെ സ്വഭാവം അറിയാലോ. അവർക്ക് ചെറിയൊരു കാര്യം മതി. പക്ഷേ കാര്യങ്ങൾ നേരാവണ്ണം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇവൾക്കും പറ്റുന്നില്ലല്ലോ. ശാരദ പറയും ഒരു സംശയത്തിന്റെ നിഴലിൽ നിന്നുകൊണ്ട്. എന്റെ മോള് എങ്ങനെ അവിടെ ജീവിക്കുന്നേ? വിഷ്ണുമോൻ പറയാ. ആ വീട് സത്യമ്മയുടെ ലോകാണ്. അവിടെ ആര് താമസിക്കണം താമസിക്കേണ്ടെന്നൊക്കെ തീരുമാനം എടുക്കാനും അവകാശവും സത്യമ്മയ്ക്ക് മാത്രമാ. സത്യമോളില്ലാതെ ശാലിനിയെ മാത്രം ആ വീട്ടിലേക്ക് സത്യമ്മ വിളിച്ചപ്പോ ചങ്ക് പൊട്ടിയത് ഇവളുടെയാ. ഇവളുടെ മനസ്സിന്റെ തേങ്ങൽ എനിക്ക് കേൾക്കായിരുന്നു. ഒരമ്മയ്ക്കും സഹിക്കാനാവാത്ത കാര്യല്ലേ സത്യമ്മ ആവശ്യപ്പെട്ടത്. വിഷ്ണു ജയിലിൽ കിടന്നപ്പോ വിഷ്ണുവിനെ ഇറക്കാനായി സത്യമ്മ ഇവിടെ ശാലിനിയുടെ സഹായം തേടി വന്നത് എന്തിനാ? മകനോടുള്ള അമ്മയുടെ സ്നേഹം അതൊന്നുകൊണ്ട് മാത്രമാ. അതേ ഒരു സ്നേഹം എന്റെ മോൾക്ക് സത്യമോളോട് ഉണ്ടെന്നുള്ള കാര്യം എന്തുകൊണ്ട് സത്യമ്മ മനസ്സിലാക്കാത്തത്? മക്കളെല്ലാവരും എല്ലാവർക്കും ഒരുപോലെയല്ലേ? വിഷ്ണുവിനും ഒന്നും പറയാനാവുന്നില്ല. രണ്ടാമത് നിൽക്കുന്ന ശാലിനിയുടെ അടുത്ത് ചെന്നിട്ട്, ശാലിനി എടോ, എനിക്ക് തന്നെ വിശ്വാസമാ. എനിക്ക് തന്നോടുള്ള സ്നേഹം തന്നെയാ എന്റെ ജീവിതം. അത് പക്ഷേ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എടോ, പക്ഷേ താൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് ജീവിച്ചു കാണിക്കാൻ പറ്റും. എടോ, താൻ എന്തെങ്കിലും ഒന്ന് പറ. എല്ലാ തെറ്റുകളും ശരിയാക്കി എല്ലാ ശരികളും എല്ലാവരെയും ബോധ്യപ്പെടുത്തി നമുക്ക് എന്നാ ഇനിയൊരു ജീവിതം തുടങ്ങാൻ പറ്റുക? എടോ, നമുക്കറിയാലോ നമ്മളെ എന്ന് പറഞ്ഞ് ശാലിനിയുടെ കവിളില് കൈവച്ചുകൊണ്ട് വിഷ്ണു സങ്കടത്തിൽ സംസാരിക്കുക. തനിക്ക് എന്നെയും എനിക്ക് തന്നെയും അറിയാവുന്നതിനപ്പുറം മൂന്നാമതൊരാളെ തൃപ്തിപ്പെടുത്തി തുടങ്ങേണ്ടതാണോ നമ്മുടെ ജീവിതം? ആണോ? അത് നമ്മളല്ലേ തീരുമാനിക്കേണ്ടത്? എടോ, നമ്മുടെ ഇഷ്ടവും ഇഷ്ടക്കുറവുകളൊക്കെ സഹിക്കേണ്ടതും അതുമായി പൊരുത്തപ്പെടേണ്ടതും നമ്മളാ. ശാലിനി, എനിക്ക് തന്നെ വിശ്വാസമാണെന്ന് പറയുന്നത് തന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് തന്നിൽ അത്രത്തോളം വിശ്വാസം ഉള്ളതുകൊണ്ട് പറയുന്നതാ. ഉള്ളിൽ തട്ടി. അതുകൊണ്ടാ ഞാൻ പറയുന്നത് എന്റെ ഒപ്പം വാ എന്ന് വിളിക്കുമ്പോഴും ശാലിനി മറുപടിയൊന്നും പറയാതെ മരവിച്ച അവസ്ഥയിൽ നിൽക്കുക. അപ്പൊ ശാരദാമ്മ വന്നിട്ട്, മോനെ അവള് വരും. പക്ഷേ സത്യമോളെ സത്യമ്മ അംഗീകരിക്കണം, കൂടെ കൂട്ടണം. അമ്മയുടെ മനസ്സറിയാവുന്ന മകനല്ലേ, അമ്മയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന മകൻ. ആ അമ്മ മനസ്സുകൊണ്ട് എന്ന് സത്യമോളെ അംഗീകരിക്കുന്നുവോ അന്നേ ഇവളെ ഞങ്ങൾ അങ്ങോട്ട് വിടൂ. ശേഷം ശാലിനിയോട് പറയും, ഇനി മറിച്ചാണ് നിന്റെ തീരുമാനമെങ്കില് ഈ അമ്മയെ തന്നെ നീ അങ്ങ് മറന്നേക്കണം. പോവാൻ തുടങ്ങുമ്പോ വിഷ്ണുവിനോട് പറയും, ഭൂമിയോളം താഴാ മോനെ. പിന്നെയും ചവിട്ടി താഴ്ത്താന്ന് പറഞ്ഞ ഏതൊരാളും ഒന്ന് പ്രതികരിച്ചു പോവില്ലേ? ഈ അമ്മയുടെ മനസ്സും ശബ്ദവും ഇങ്ങനെയാണോന്ന് മോനിപ്പോ ഒന്ന് സംശയിച്ചില്ലേ? ഇങ്ങനെ ആക്കിയതാ മോന്റെ അമ്മ. സംസാരിച്ച് തീർക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നം വിഷ്ണു ഈ ഭൂമിയിലുള്ളത്? ഇരുഭാഗത്തെ കുറ്റങ്ങളും കുറവുകളും ഏറ്റുപറഞ്ഞ് പ്രശ്നങ്ങളൊന്ന് രമ്യതയിൽ പറഞ്ഞു തീർക്കാൻ നോക്കുക. പക്ഷെ അത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്നുള്ള ഒരു ബോധവും കൂടെ ഉള്ളിലുണ്ടാവണം. അത് സത്യമേലില്ല. അതുകൊണ്ടാ എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത്. ഞാനീ പറഞ്ഞതിൽ നിന്ന് അണുവിട ഞാൻ പിന്മാറില്ല. ഇവളെയും ഞാൻ അതിന് അനുവദിക്കില്ല. ദേ, മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളാരും ഈ അമ്മയെ ഇനി കാണില്ല. എല്ലായിടത്തും തോൽവികളാണ്. തോറ്റ് തല താഴ്ത്തി നിന്നിട്ടേ ഉള്ളൂ. അഭിമാനത്തിനല്ല, മനസ്സ് തകർന്ന് ചങ്കു പൊട്ടി ഞാൻ ഇറങ്ങി പോന്നിട്ടുണ്ട് സത്യമ്മയുടെ മുന്നിൽ നിന്ന്. കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല, ചുടുചോര ഒഴുകിയ അവസ്ഥ. പക്ഷെ ഇവളുടെ കാര്യത്തില്, എന്റെ കൊച്ചുമോളുടെ കാര്യത്തില് എനിക്ക് ജനിച്ചേ പറ്റൂ. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല വിഷ്ണു. വിഷ്ണുവിന് പോകാം. ശാരദാമ്മയുടെ ഇങ്ങനെയുള്ള സംസാരം വിഷ്ണുവിനെ വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്. എന്ന സങ്കടം ഇരട്ടിയാവാണ് ചെയ്യുന്നത്. വിഷ്ണു ശാലിനിയെ തന്നെ നോക്കുമ്പോ ശാലിനിയും വിഷ്ണുവിന്റെ കണ്ണിലേക്ക് നോക്കി മനസ്സിങ്ങനെ വല്ലാതെ നേറി ആ നീറ്റിലെ കണ്ണിലൂടെ കണ്ണുനീരായി പുറത്തേക്ക് വരികയാണേ. അങ്ങനെ കരഞ്ഞതിന് ശേഷം അവിടുന്ന് കയറി പോകും. ഒരക്ഷരം പോലും ശാലിനിക്ക് സംസാരിക്കാനാവുന്നില്ല. അത്രയും സങ്കടമുണ്ട്. സങ്കടത്തോടു കൂടെ അവിടുന്ന് പടിയിറങ്ങാണ് വിഷ്ണു പോയി കഴിയുമ്പോ ശാരദാമ്മയും സങ്കടത്തിൽ അവിടെ നിന്നിങ്ങനെ പൊട്ടിക്കരയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് രാഘവേട്ടനെയാണേ. വീട്ടിന്റെ പുറത്ത് വന്നിരിക്കണേ. എന്നിട്ട് മനസ്സിൽ വിചാരിക്കും, ഈ വീടിനും ഈ വീട്ടിലുള്ളവർക്കും എന്തോ ശാപം കിട്ടിയിട്ടുണ്ട്. ഒന്നിനു പിറകെ ഒന്നായിട്ടുള്ള പ്രശ്നങ്ങളാ. ഒന്ന് തീരുമ്പോ മറ്റൊന്ന് ഏതെങ്കിലും ഒരു തരത്തിൽ ഓടിയെത്തും. വിഷ്ണുവിനും ശാലിനിക്കും ഒന്നിച്ചൊരു ജീവിതം വേണ്ടെന്ന് ആരൊക്കെയോ തീരുമാനിച്ചതുപോലെ എന്തെല്ലാം കടമ്പകൾ അവര് കടന്നു, എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. എന്നിട്ടും തടസ്സങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. എന്റെ ഭഗവാനെ, ഇനി എന്നാ അവരൊന്ന് ഒന്നിക്കുന്നത്? സ്വർഗത്തിൽ വെച്ചോ? അവരൊന്നിച്ചുള്ളൊരു ജീവിതം കണ്ടിട്ട് എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ പറ്റില്ലല്ലോ. എന്റെ മോന്റെ ഉള്ളിലകത്ത് ഒരുപാട് സങ്കടങ്ങളുണ്ട്. എല്ലാം ആ നെഞ്ചിനകത്ത് വെച്ചേക്കുക. പുറത്തെടുക്കുന്നില്ല. പുറത്തെടുത്താ പിന്നെ ഞാൻ എന്ന് പറഞ്ഞിങ്ങനെ സങ്കടത്തോടു കൂടി ഇങ്ങനെ അവിടെ ഇരുന്ന് പൊട്ടിക്കരയണേ. അപ്പോഴായിരിക്കും വിഷ്ണു അകത്തുനിന്ന് വരുന്നത്. അച്ഛാ എന്നിങ്ങനെ പറഞ്ഞ് അടുത്തേക്ക് ചെല്ലും. അപ്പൊ രാഘവേട്ടൻ പറയും, ചെറിയൊരു ഇളങ്കാറ്റുണ്ട്, അതിന്റെ സുഖത്തിലങ്ങ് ഇരുന്നതാടാ. വിഷ്ണു പറയും, കുറെ ബുദ്ധിമുട്ടുകളെ ഇങ്ങനെ ഇവിടെ വന്നിരുന്നാ കുറയുന്നുണ്ടെങ്കില് നാളെ മുതല് ഞാനും അച്ഛന് കൂട്ടായിട്ട് ഇവിടെ വന്നിരിക്കാം. അതെ, ഈ വേദനകൾക്കും സങ്കടങ്ങൾക്കൊക്കെ മരണമില്ലെന്ന് പറയുന്നത് സത്യാണ്. അത് നമ്മളെ വിട്ടു പോണെങ്കിലേ നമ്മൾ ഈ ഭൂമി വിട്ടു പോണം. പാതി ജീവൻ ചത്തിട്ടും ആയുസ് തീരാത്ത സങ്കടം അതിപ്പോ എനിക്കുണ്ട് മോനെ. അത് നിന്റെ കാര്യം ഓർത്തുള്ള നിരാശയിൽ നിന്നുണ്ടാവുന്നതാ. എടാ മക്കളെ, ഒരിടത്തും എത്തുന്നില്ലല്ലോ നിന്റെ ഈ ജീവിതം. അപ്പോ വിഷ്ണുവിടെ ഇരുന്നിട്ട് പറയും, ഇന്ന് ശരിയാകും, നാളെ ശരിയാകും, അതുമല്ലെങ്കിൽ പിന്നീട് ശരിയാകും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് എനിക്കും മടുത്തച്ചാ. ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ശരിയാവട്ടെ. അപ്പൊ ചോദിക്കും, മൂക്കില് പഞ്ഞി വെച്ചിട്ടാണോന്ന്. അങ്ങനെയെങ്കിൽ അങ്ങനെ. അച്ഛന്റെ മകൻ എന്താ ഇങ്ങനെ ആയിപ്പോയതെന്ന് അച്ഛൻ ചിന്തിച്ചിട്ടുണ്ടോ?
ഒരാളെ നിഷേധിക്കാൻ എനിക്ക് കഴിയില്ല അച്ഛാ. അത് തന്നെയാ എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്നിങ്ങനെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ ചങ്ക് ഓട്ടുന്ന രീതിയിലേക്ക് അറിയണേ. ഈ സങ്കടം രാഘവേട്ടനെയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. സമാധാനിപ്പിക്കാൻ കഴിയുന്നില്ല. വിഷ്ണുവിന് അച്ഛനും മുന്നിൽ കരയാൻ പറ്റുന്നില്ല. ഞാനെന്നാ അങ്ങോട്ട് പോട്ടെ അച്ഛ, എവിടെ ഇരുന്നാ ശരിയാവില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടെ വിഷ്ണു അവിടുന്ന് പോവാ. അങ്ങനെ വിഷ്ണു മുകളിലേക്ക് വന്നിങ്ങനെ സങ്കടത്തിൽ നിൽക്കുമ്പോ അവിടെ ഇന്ന് സംഭവിച്ച കാര്യങ്ങളും മുമ്പ് ശാലിനി അവിടെ വന്നപ്പോ സത്യമ്മ വീണ്ടും സത്യയുടെ അച്ഛനാരാണെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. സത്യ ഇവിടുത്തെ കുട്ടിയാ, ഇവിടുത്തെ രക്തം എന്നിങ്ങനെ ശാലിനി പറഞ്ഞതൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന വിഷ്ണുവിനെ കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. പിന്നീട് കാണിക്കുന്ന പ്രൊമോയില് ഫാദേഴ്സ് ഡേക്ക് അച്ഛനെ കൊണ്ടുവരാൻ ആരാണ് അച്ഛനെന്ന് അറിയില്ലല്ലോ. അത് കാരണം അച്ഛന്റെ പേരെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് HMന്റെ റൂമിലേക്ക് ചെന്നിരിക്കുക. എന്നിട്ട് തന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അത് എടുക്കാനായിട്ട് ഇങ്ങനെ നോക്കുമ്പോ HMന്റെ പേഴ്സ് താഴെ വീഴും. അപ്പൊ അതിലുണ്ടായിരുന്ന പൈസയും താഴെ വീഴാ. സത്യന്റെയും ആദ്യം അത് എടുത്തു വെക്കും. ശേഷം പേഴ്സ് ഇങ്ങനെ നോക്കുന്നത് കണ്ടുകൊണ്ടായിരിക്കും പ്രിൻസിപ്പൽ അങ്ങോട്ട് വരുന്നത്. ഈ ഒരു കാഴ്ച കാണുന്ന ആ HM തെറ്റിദ്ധരിക്കാണ് സത്യ പൈസ മോഷ്ടിക്കാൻ വന്നതാണെന്ന് കരുതിയിട്ട് സത്യഭാമേ എന്ന് വിളിച്ച് പേഴ്സ് കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പൈസ മോഷ്ടിക്കുന്നോ എന്ന് ചോദിച്ച് വഴക്കു പറയണേ. സത്യ അല്ലെന്നും പോലും പറയാൻ പറ്റാതെ നിൽക്കുക. പിന്നീട് ശാലിനി അങ്ങോട്ട് വിളിച്ചു വരുത്തും. ശാലിനി അവിടെ എത്തിക്കഴിഞ്ഞാല് സംഭവിച്ച കാര്യങ്ങൾ ടീച്ചർ പറയണേ. ഇത് കേട്ട് ശാലിനി അങ്ങ് ഞെട്ടും. സത്യ എന്തേ കേൾക്കുന്നത് എന്ന് നോക്കുമ്പോ സത്യ തല താഴ്ത്തണേ. പിന്നീട് ശാലിനി സത്യയെ മാത്രം മാറ്റി നിർത്തി സംസാരിക്കുമ്പോ അച്ഛന്റെ പേരറിയാൻ വേണ്ടി ബർത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയതാ എന്ന് പറയുന്ന നിൽക്കുമ്പോ ശാലിനിക്ക് വല്ലാത്ത സങ്കടമൊക്കെ തോന്നും. കാരണം അച്ഛൻ മുമ്പിലുണ്ടായിട്ടും കാണിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. ശാലിനി സത്യ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നതൊക്കെ നെക്സ്റ്റ് ഭാഗത്തുണ്ട്. പിന്നെ പപ്പിമോള് വിഷ്ണുവിന്റെ അടുത്ത് സത്യയുടെ അച്ഛനായിട്ട് സ്കൂളിലേക്ക് വരണമെന്ന് പറയുമ്പോ അത് സത്യഭാമ കേൾക്കണേ. അങ്ങനെ വിഷ്ണു സമ്മതിക്കുന്നുണ്ടെങ്കിലും ഭാമ അതിന് അനുവദിക്കില്ല. പിറ്റേ ദിവസം വിഷ്ണു സ്കൂളിലേക്ക് പോകാൻ റെഡിയാകുമ്പോ ഇത് കാണുന്ന സത്യഭാമ വിഷ്ണുവിനെ റൂമിന്റെ അകത്ത് ലോക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരാനുണ്ട്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ റിവ്യൂ ഗാലറി വേൾഡ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്